മോൺസന്യോർ സെബാസ്റ്റ്യൻ വടക്കമ്പാടച്ചൻ കൂടി കയറ്റിക്കൊണ്ട് നമ്മുടെ തിരുക്കർമ്മങ്ങൾക്ക് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് അവിടുന്ന് പ്രാരംഭം കുറിക്കുക. നമുക്കെല്ലാവർക്കും ഭക്താദരവോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംവേദിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നും
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ ദരിദ്രം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈശോ
എന്റെ കർത്താവിൻ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും ചിത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. എൻ്റെ സഹോദരൻ, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവാണെന്നാണ് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി.
അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജ്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട വിചാരിച്ച സിസ്റ്റേഴ്സ്, മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇടവകയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വാഴ്ത്തപ്പെട്ട എഫ്രാസ്യമ്മയുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ് നമുക്കറിയാം. ഇത് വെറും ഒരു പ്രകടനമല്ല, നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്നതായിട്ടുള്ള നമ്മുടെ ആ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കാണുക അല്ലെങ്കിൽ കാണേണ്ടത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതിന് സാക്ഷികളായിട്ടുള്ള വ്യക്തികളെ നമ്മൾ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കുക. വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്കറിയാം, വിശ്വാസത്തിന് വേണ്ടിയിട്ട് യേശുവിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് പരമ്പരാഗതമായിട്ട് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വിശുദ്ധൻ്റെയൊക്കെ ആ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആ പീഡനങ്ങളിൽ നിന്ന് മാറി ഒരു താൽക്കാലിക ജീവൻ നിലനിർത്താനുള്ളതായ ആ തിരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നവർ, ദൈവമാണ് എൻ്റെ ഭാഗതയും എന്ന് പറയാനായിട്ട് ധൈര്യമുണ്ടായവർ. എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടുന്നത്? അത് നമ്മളിപ്പോൾ ആലോചിച്ചാൽ പെട്ടെന്ന് പിടികിട്ടുന്ന കാര്യമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ വിശ്വാസം എന്തുമാത്രം ആഴമായിട്ട് കടന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ദൈവത്തെ വിട്ട് നമ്മൾ എവിടേക്കാണ് പോവുക? മറുവശത്തേക്ക് നോക്കിയാൽ ഒരു വശം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷകനാണ്, നമുക്ക് രക്ഷ നൽകുന്നതാണ്. സ്വർഗരാജ്യം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒരു വശം. മറുവശത്തേക്ക് നോക്കിയാൽ ദൈവത്തെ കൂടാതെയുള്ളതായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധാരണഗതിയിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് വിശ്വാസിയും ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാനായിട്ട് തയ്യാറാകും. മറുവശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. മറുവശം നമ്മെ നോക്കിയാൽ അന്ധകാരമാണ്, ദൈവമില്ലാത്ത ഒരു അവസ്ഥ, അത് അന്ധകാരമാണ്. അപ്പോൾ അതിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവവും ദൈവരാജ്യവും ഒക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതാണ് വിശുദ്ധരെയൊക്കെ അല്ലെങ്കിൽ രക്തസാക്ഷികൾ ആയവരെയൊക്കെ അവർക്ക് ധൈര്യം നൽകിയ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ്. വാഴ്ത്തപ്പെട്ട മറിയം തെരേസയെക്കുറിച്ച് നിങ്ങൾ ഈ ഇടവകയിൽ വളരെ കാര്യങ്ങൾ അറിയുന്നവരായിരിക്കണം. കാരണം എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കുന്നതാണ്. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇവിടെ ധാരാളം പേരുണ്ട്. അവർ വഴിയായിട്ടൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മറിയം തെരേസയെക്കുറിച്ചൊക്കെ കേട്ട് കാണും. നമ്മുടെ നാട്ടിൽ പലരൊക്കെ ഈ കുഴിക്കാഴ്ചയിലൊക്കെ പോയി കാണാൻ വഴിയുണ്ട്. അവിടെ തന്നെ ഈ മറിയം തെരേസയുടെ ആധ്യാത്മിക പിതാവായിരുന്ന വിധിയത്രച്ചനും അവിടെ തന്നെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ ഷമ്മാശനായിരിക്കുന്ന കാലത്ത് ഈ കുഴിക്കാട്ടുശ്ശേരി പോയപ്പോൾ പല പ്രാവശ്യം ഞാൻ ഈ വിധിയത്രച്ചൻ്റെ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പമായിരുന്ന കാലത്താണ്. അന്ന് ഇത്രയൊന്നും അറിയില്ലായിരുന്നു, ഇവരുടെയൊക്കെ ആ വലിപ്പത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നെങ്കിലും അത് വലിയൊരു ഭാഗ്യമായിട്ട് അന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം എന്നെയും ആ കുർബാനയിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയവരെ അവരുടെ ആ ഭക്തിയും ബഹുമാനമൊക്കെ കാണുമ്പോൾ മനസ്സിലാകും
ഇവരെക്കുറിച്ച് വലിയ മതിപ്പ് നാട്ടിൽ ഉണ്ട് എന്നുള്ളതായ കാര്യം. ഈ മറിയം തെരേസയുടെ ജീവിതത്തിൽ അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വളരെ വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സാധാരണ യുവതികൾ, ചെറുപ്പക്കാർ, പെൺകുട്ടികളൊന്നും ചെയ്യാത്ത രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്നും നോക്കിയാൽ പലർക്കുമൊക്കെ ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ചെറുപ്പക്കാർ, പെൺകുട്ടികൾ മറിയം തെരേസയും കൂടെ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് രോഗികളുടെയും പാപികളുടെയും ഒക്കെ അടുത്ത് പോയിരുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി രോഗികളുടെയും പാപികളുടെയും ഒക്കെ അടുത്ത് പോകാനുള്ള കാരണം എന്താ? വെറുതെ അവരോടൊരു സഹതാപം തോന്നിയത് കൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും മറിയം തെരേസയ്ക്ക് ആ ഒരു സഹതാപം ഉണ്ടായിരുന്നു. എനിക്കറിയാം, നമ്മളൊക്കെ ഈ രോഗികളെയും പാപികളെയും ഒക്കെ കണ്ടാൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ പുച്ഛിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്ന് വെച്ച് കടന്നു പോകും. അതൊക്കെ നമ്മുടെ ആ ജീവിതത്തിലെ സ്വാർത്ഥതയും ഔദാര്യവും ഒക്കെ എന്തുമാത്രമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ മറിയം തെരേസ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോൾ അവർക്ക് അതിന് ധൈര്യം കിട്ടിയത് അവരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ദൈവത്തോട് അടുത്ത് ഒരു ബന്ധം സ്ഥാപിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഈ മറിയം തെരേസ. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് കിട്ടിയതായിട്ടുള്ള ഉത്തേജനമാണ്, പ്രചോദനമാണ് ഈ ഇവിടേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനും മനുഷ്യർ ലോകം മുഴുവനും എന്ത് പറഞ്ഞാലും ഇത് എൻ്റെ ജോലിയാണ്, എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതായ ബോധ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ ദൈവമായിട്ട് ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഒത്തിരി ധ്യാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മറിയം തെരേസ. ഈ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ് മനുഷ്യനെ സ്നേഹിക്കാനും ഈ പാപികളോടും രോഗികളോടുമൊക്കെ ഉള്ളതായ ആ സ്നേഹത്തിൻ്റെ ഉറവിടം അവിടെയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഈ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് പിടികിട്ടുന്ന വരില്ല. പക്ഷേ ഈ പീഡാനുഭവത്തെക്കുറിച്ചുള്ളതായ ധ്യാനം ആണ് ഒരു പക്ഷേ ക്രൈസ്തവരായ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രചോദനം നൽകി, സാധ്യതയുള്ള പ്രചോദനം നൽകുന്നത്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് പീഡകൾ സഹിച്ചത്? സ്വന്തമായിട്ടൊന്നും നേടിക്കൊണ്ടു പോകാൻ വന്നിട്ടോ അത് കിട്ടാതെ വന്നപ്പോൾ ആരെങ്കിലും പിടിച്ച് തരച്ചു എന്നല്ല. ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ പീഡാനുഭവം അവിടത്തേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. അപ്പോൾ ഈ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ അയച്ച പിതാവിന് മനുഷ്യനോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതവർ എന്തുമാത്രം ആഴമായിട്ട് ഈ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുവോ, അത്രയും ആഴത്തിൽ ഇവർക്ക് ഈ ദൈവത്തിന് മനുഷ്യനോടുള്ളതായ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സ്നേഹം അത് മനുഷ്യനോട് യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചാൽ മാത്രം പോരാ എന്ന് മറിയം തെരേസ ചിന്തിച്ചു. ആ പീഡാനുഭവത്തിൽ പങ്കുചേരണം എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് പീഡകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, സഹനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 5% ഉള്ളതായി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇത് എന്തിനാണ്? കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ കർത്താവ് തൻ്റെ കുരിശ് മറിയം തെരേസയുടെ ചുമലിൽ വെച്ചു കൊടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. അവർക്കുണ്ടായിരുന്ന വലിയ ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുരിശ് എടുക്കാനായിട്ട് മറിയം തെരേസ തയ്യാറായത് കുരിശിനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഈ കുരിശിനൊരു അർത്ഥമുണ്ടായിരുന്നു. ഈ കുരിശിൽ കയറിയ വ്യക്തി മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് കയറിയതാണ് കുരിശിൽ. ആർക്കും ബലമായിട്ടൊന്നും പിടിച്ച് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ പറ്റുമായിരുന്നില്ല, സ്വയം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ. യേശുവിനെ പിടിച്ച് മലയിൽ കൊണ്ടുപോയി തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഇടയിൽ കൂടെ അവിടെ നിന്ന് കടന്നുപോയെന്നറിയാം. ഈ കടലിൽ കൂടി യാത്ര ചെയ്ത മനുഷ്യ, വെള്ളത്തിന് മുകളിൽ കൂടി കടന്നുപോയ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ആ ത്യാഗത്തിനൊരു അർത്ഥമുണ്ടായിരുന്നു. മനുഷ്യന് വേണ്ടി അവിടുന്ന് പിതാവിൻ്റെ ഗീതം നിറവേറ്റിയാണ്. അപ്പോൾ പിതാവിൻ്റെ ഗീതം നിറവേറ്റിക്കൊണ്ട് മനുഷ്യനോടുള്ളതായ പിതാവിൻ്റെ സ്നേഹം
പീഡാനുഭവത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത്. അപ്പോൾ ഈ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ളതായ യേശുവിൻ്റെ സ്നേഹം അറിയാൻ സാധിക്കും. പക്ഷേ ആ പീഡാസഹനത്തിൽ പങ്കുചേരുമ്പോൾ യേശുവിൻ്റെ ആ സ്നേഹം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അറിയുക മാത്രമല്ല, സ്വന്തമാക്കാനായിട്ട്, ആ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഈ മരിയം തെരേസ, വാഴ്ത്തപ്പെട്ട മരിയം തെരേസ നമ്മൾ കാണുന്നത്. ഈ സ്നേഹമാണ്. അത് വില കൊടുത്ത് വാങ്ങിയല്ല, ഒരു പരിധി വരെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദാനമാണ്, ഈ ദൈവം നൽകുന്ന ദാനമാണ്. പക്ഷേ അതിനോട് സഹകരിച്ചുകൊണ്ട് എനിക്ക് ഈ സഹനത്തിൽ പങ്കുചേരണം, യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരണം, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനും സാധിക്കണം എന്നുള്ളതായ ആ ഒരു ചിന്ത അത് മരിയം തെരേസയുടെയാണ്. ഇത് നമുക്കാണ് അൽഫോൻസായ്ക്കുമൊക്കെ ഈ സഹനത്തെക്കുറിച്ചുള്ളതായ നല്ലപോലെ ചിന്തയുണ്ട്. സഹനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ അൽഫോൻസായി നല്ലപോലെ അറിഞ്ഞിരുന്നു. നമുക്കിപ്പം 3 വിശുദ്ധർ ആയിക്കഴിഞ്ഞു. ഇവരൊക്കെ അധികം താമസിയാതെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടാനുള്ളവരാണ്. വാഴ്ത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആൾത്താര വണക്കത്തിന് യോഗ്യരായി കഴിഞ്ഞവരാണ്. അപ്പോൾ ഇവരൊക്കെയും ഈ ക്രിസ്തുവിൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് എല്ലാവർക്കും പ്രചോദനം കിട്ടിയിട്ടുള്ളത്. ചൗരപിതാവ് സക്രാരിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുക തന്നെ എത്ര മനോഹരമായിരിക്കുന്ന പറയുന്നത് സമകാലിയിൽ പറഞ്ഞിട്ടുള്ളത്. യുപ്രാസ്യമ്മ സക്രാരിയുടെ മുമ്പിൽ ആണ് സമയം അധികം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് ചലിക്കുന്ന സക്രാരി എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഈ ശക്തി കേന്ദ്രമായിരുന്നിട്ടുള്ളത് യേശുവാണ്. ആ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയിൽ തീർച്ചയായിട്ടും അവർ കണ്ടുമുട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ ഒരു പ്രത്യേകത ഇവരിലൊക്കെ അൽഫോൻസാമിയിലും ഈ മരിയം തെരേസയിലും കാണുന്നത്, യേശുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സഹനത്തിൽ പങ്കുചേർന്ന് യേശു സ്നേഹിച്ചതുപോലെ മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് രോഗികളോടും പാപികളോടുമൊക്കെ അവർക്ക് ഇത്രയേറെ താല്പര്യമുണ്ടായിരുന്നത്. അവരുടെയൊക്കെ വീടുകളിൽ പോകുമായിരുന്നു. അത് അന്നത്തെ മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വന്നാൽ ഈ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ തീർച്ചയായും കർത്താവ് സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചത്. തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സഹിച്ചത്. അപ്പോൾ ഈ കുടുംബജീവിതത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ കുടുംബം തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് കർത്താവ് കുരിശിൽ അർപ്പിച്ചതായ ആ ബലിയും കുടുംബമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. യേശു ഈ കുടുംബത്തെ സ്ഥാപിക്കുമ്പോൾ, വിവാഹമെന്ന കൂദാശ അവിടുന്ന് സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കൂദാശയിൽ ത്യാഗത്തിനൊരു വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചെങ്കിൽ, ഈ പീഡകൾ സഹിച്ചത് സ്നേഹം കൊണ്ടാണെങ്കിൽ പീഡകൾക്കൊക്കെ ജീവിതത്തിൽ അർത്ഥമുണ്ട്. അതില്ലാത്ത ജീവിതത്തിന് സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. സൗകര്യമായിട്ടൊരു ജീവിതം അതാണല്ലോ ഇന്നെല്ലാവരും അന്വേഷിക്കുക. സുഖപ്രദമായിട്ടൊരു ജീവിതം തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. വീട് വേണം, കാറ് വേണം, എല്ലാ സൗകര്യങ്ങളും വേണം, അതെല്ലാം ആവശ്യം. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബജീവിതത്തിൻ്റെ സ്രോതസ്സായിട്ട് നിലകൊള്ളേണ്ടത് യേശു കുരിശിൽ സഹിച്ചതായ പീഡകളാണ്. ആ പീഡകളിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ളതായ സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ കുടുംബാംഗങ്ങൾ ഒരാൾ മറ്റു ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി സഹിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, ത്യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളതായ സ്നേഹം കുടുംബത്തിൽ ഉടലെടുക്കുക. കാരണം ഈ സഹനമില്ലാത്ത ഒരു ജീവിതവുമില്ല. അത് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കും, ശപിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് ആ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കുമ്പോൾ, മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ, ആ സഹനം വഴിയായിട്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ത്യാഗങ്ങൾ സഹിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മുടെ കർത്താവിൻ്റെ കുരിശാണ്. ആ
ആ കുരിശിലെ ബലിയാണ്. നമ്മുടെ ജീവിതമൊക്കെ എല്ലാവരുടെയും ജീവിതം ബലിയായി തീരാനുള്ളതാണ്. ആ ബലിയാകുന്നില്ലെങ്കിൽ അതിന് അർത്ഥമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മരിയന്തരേസ്യയുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് യേശുവിൻ്റെ സഹനത്തെക്കുറിച്ചുണ്ടായിരുന്നതായ വലിയ ആഴമായിട്ടുള്ള ചിന്ത, ഉന്നതമായിട്ടൊരു ആദർശം, അത് അവർക്ക് കിട്ടിയത്, അത് നമുക്ക് അതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെയുമൊക്കെ ജീവിതത്തിൽ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ രോഗങ്ങൾക്കും പാപത്തിനുമൊക്കെ പരിഹാരം എവിടെയാണ്? കുരിശിൽ തന്നെയാണ്. അപ്പോൾ ആ കുരിശിനോട് ചേർന്ന് കൊണ്ട് ഈ ത്യാഗങ്ങൾ സഹിക്കാനും പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കാൻ വേണ്ടി വന്ന ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്ന് നമ്മൾ മാനസാന്തരപ്പെടാനും ഒക്കെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം ആകുക. നിങ്ങൾക്ക് അതിനുള്ളതായ സൗകര്യം ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മരിയ തെരേസയുടെ ഒരു ദേവാലയം ഇവിടെ വരാൻ സാധിച്ചത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ളതായ ഒരു സംസ്കാരം ഉണ്ടാകണം, ഒരു ക്രൈസ്തവ സംസ്കാരം. അതില്ലെങ്കിൽ ഇതൊന്നും അർത്ഥമില്ല. മരിയ തെരേസയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഇത്തരത്തിലുള്ളതായ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായേ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുർബാനയിലൊക്കെ നമുക്ക് ഈ ഇവർ മരിയ തെരേസയുടെ മധ്യസ്ഥം വഴിയായിട്ട്, സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ഒരു അറിവല്ല, യേശു കർത്താവാണ്, രക്ഷകനാണ് എന്നുള്ളൊരു അറിവ് മാത്രമല്ല, ആ യേശുവിനോട് കൂടി ജീവിക്കുന്നതാണ്.